ഹലോ ഗായ്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുൻപ് നമ്മൾ കുറച്ചൊരു 3 ടേം പഠിക്കണം. കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണ്, ലോസ് എന്താണ്. അപ്പോൾ നമുക്ക് ആ ടേമുകളെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ്. Cost refers to the amount of expenditure incurred in producing goods or services. It is the monetary value of the resources given up for the production of goods or services. Cost includes cost of raw materials, payment of wages and other expenses incurred in connection with the manufacturing operation. അപ്പോൾ കോസ്റ്റ് എന്ന ടേമിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗുഡ്സ്, സർവീസ്, അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ആ മോണിറ്ററി വാല്യൂ ആണ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, വേജസ് ഒക്കെ പേ ചെയ്യുന്നത്, അതേപോലെ അതർ എക്സ്പെൻസസ് ഒക്കെ ആണ് നമ്മുടെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ വരുന്ന കോസ്റ്റാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളില്ലേ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടേം നോക്കാം, എക്സ്പെൻസ്. Expenses are costs which have been applied against revenue of a particular accounting period. Expenses are matched against revenue to ascertain profit or loss. Example, salary for the period, insurance for the period, etc. അതായത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റും എക്സ്പെൻസും തമ്മിൽ ചേഞ്ച് ഉണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെയും ചേഞ്ച് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സ്പെൻസിൽ എന്താണ് പറയുന്നത്, എക്സ്പെൻസും റവന്യൂവും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എക്സ്പെൻസസ് ആർ മാച്ച്ഡ് അഗെയിൻസ്റ്റ് റവന്യൂ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഇതിന് എക്സാമ്പിളാണ് സാലറീസ് ഫോർ ദ പീരീഡ്, ഇൻഷുറൻസ് ഫോർ ദ പീരീഡ്. അപ്പം എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കുണ്ടാകുന്ന ചിലവാണ് എക്സ്പെൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലോസ് എന്താണെന്ന് നോക്കാം. ലോസ് റെഫേഴ്സ് ടു any expenditure or sacrifice of revenue without receiving any benefit. Example, loss by theft, loss by fire, etc. Loss is also referred to as the excess of expense over revenue of an accounting period. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനഫിറ്റും ലഭിക്കാതെ തന്നെ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നു അല്ലെങ്കിൽ റവന്യൂ കിട്ടാതെ വരുന്നത്, അതായത് നമ്മൾ റവന്യൂ സാക്രിഫൈസ് ചെയ്യുന്നു, അതിനെയൊക്കെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ലോസ് ബൈ തെഫ്റ്റ്, ലോസ് ബൈ ഫയർ. അതായത് എന്തെങ്കിലും സാധനങ്ങൾ ഏതെങ്കിലും കള്ളൻ കട്ടു അല്ലെങ്കിൽ തീപിടുത്തം മൂലം നമുക്ക് നഷ്ടം വന്നു, അതൊക്കെ നമുക്ക് വരുന്നൊരു റവന്യൂ കിട്ടാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതൊരു ലോസ് ആണ്. അപ്പോൾ ലോസിനെ നമുക്ക് ഇങ്ങനെയും പറയാം. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂവിനേക്കാളും എക്സ്പെൻസ് വരുന്നതിനെയാണ് ലോസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ലോസ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂവിനേക്കാളും എക്സ്പെൻസ് എക്സസ് ആവുന്നു, കൂടുന്നതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്താണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കോസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ? അതായത് കോസ്റ്റിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദ ഫോളോവിങ് ബേസസ്. അതായത് താഴെ പറയുന്ന ബേസിസിലാണ് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one, on the basis of elements of cost. Second, on the basis of function. Third one, on the basis of behavior or variability. Fourth one, on the basis of identifiability or traceability. Fifth one, on the basis of controllability. Sixth one, on the basis of normality. Seventh one, on the basis of time of ascertainment cost. And
എയ്ത്ത് വൺ ഓൺ ദി ബേസിസ് ഓഫ് റെലവൻസ് ടു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റും ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷനുമാണ് പറയുന്നത്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പം അതിൽ മെയിനായിട്ട് 3 ടൈപ്പ് കോസ്റ്റ് വരുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ്. ഫസ്റ്റ് വൺ നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ്. Material cost refers to the cost of materials used in the manufacturing operation. It includes the cost of raw material, component parts, consumable stores, etc. Normally, material cost occupies a major part of the cost of production. മെറ്റീരിയൽ കോസ്റ്റിൽ എന്താണ് പറയുന്നത്? അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയലിന് ചിലവാക്കുന്ന കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് റോ മെറ്റീരിയലിന് വേണ്ടി ആ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് വേണ്ടി ഉണ്ടാകുന്ന ആ കോസ്റ്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, അതിന് വേണ്ടിയുള്ള കമ്പോണൻറ്റ് പാർട്സ് വാങ്ങിക്കുന്നത്, അതിനു വേണ്ടി ചിലവാക്കുന്ന മറ്റ് ചിലവുകളൊക്കെ നമ്മുടെ ഈ മെറ്റീരിയൽ കോസ്റ്റിനാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ മേജർ പാർട്ട് തന്നെയാണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ്. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ ഒരു മേജർ പാർട്ടാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ലേബർ കോസ്റ്റ്, വേജസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ലേബർ കോസ്റ്റ്? റെഫേഴ്സ് ടു ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറീസ്, വേജസ്, ബോണസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ആൻഡ് മാനേജറിയൽ സ്റ്റാഫ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ലേബർ കോസ്റ്റ്. അവിടെയുള്ള വർക്കേഴ്സിനും മാനേജറിയൽ സ്റ്റാഫിനും ഒക്കെ കൊടുക്കുന്ന സാലറി, വേജ്, ബോണസ്, കമ്മീഷൻ എന്നിവയൊക്കെ ഈ ലേബർ കോസ്റ്റിൽ ഉൾപ്പെടും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ എക്സ്പെൻസസ്. Expenses refers to all costs other than materials and labor incurred by an organization. It includes rent, insurance, lighting, printing and stationery, depreciation, etc. അപ്പം എക്സ്പെൻസസിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയലും ലേബറും അല്ലാതെ തന്നെ വേറെയും കുറേ കോസ്റ്റുകൾ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ കോസ്റ്റും നമ്മൾ എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ റെൻറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിങ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, അങ്ങനെ വരുന്ന എല്ലാ കോസ്റ്റുകളും ഈ എക്സ്പെൻസസ് എന്ന ഹെഡിലാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിസിൽ മെയിനായിട്ട് 4 കോസ്റ്റാണുള്ളത്. പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ്. It is the cost incurred in purchasing raw materials and converting them into finished goods. Example, cost of raw materials, direct wages and all factory wages. Production cost is also known as manufacturing cost, factory cost or works cost. Okay, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അതിനൊരു ഫിനിഷ്ഡ് ഗുഡ്സായി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന കോസ്റ്റാണ് എന്ത്? പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അതിനൊരു ഫിനിഷ്ഡ് ഗുഡ്സായി കൺവേർട്ട് ചെയ്യുന്നത് വരെ, അങ്ങനെ ആ ഒരു പ്രോസസ്സ് മൊത്തം ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ് ആൻഡ് ഓൾ ഫാക്ടറി വേജസ്. അപ്പം പ്രൊഡക്ഷൻ കോസ്റ്റിനെ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, വർക്ക് കോസ്റ്റ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഓൾസോ നോൺ ആസ് മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ administration cost. It includes all expenses for the general administration of the undertaking. Example, office rent, repairs and depreciation of office building and furniture, office salaries, postage, etc. അതായത് ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷന് വരുന്ന എല്ലാ എക്സ്പെൻസുമാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഓഫീസ് റെൻറ്റ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ, ഓഫീസ് സാലറി, പോസ്റ്റേജ്, എക്സെട്ര. ഓക്കെ, ആൻഡ് തേർഡ് വൺ സെല്ലിംഗ് കോസ്റ്റ്. It includes expenses incurred for attracting consumers towards the product, creating demand for the product and securing orders. Example, advertisement, showroom expenses, salaries and commission of salesman, etc. അതായത് ഒരു പ്രൊഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കുന്നതിനും ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഓർഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസിനെയാണ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് അഡ്വർടൈസ്മെൻറ്റ്, ഷോറൂം എക്സ്പെൻസസ്, സാലറി, കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ എന്നിവയൊക്കെ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ
Distribution cost. It includes all expenses for delivering the finished goods to the customers. Example, warehouse expenses, transportation charges, cost of reconditioning empty containers, etc. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ എന്താണ് പറയുന്നത്? കസ്റ്റമേഴ്സിന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുമ്പോഴൊക്കെ വരുന്ന എല്ലാ എക്സ്പെൻസിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് വെയർ ഹൗസ് എക്സ്പെൻസ്. അതായത് നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കിയത് കുറച്ച് ദിവസം നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നില്ല, അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസ് വരും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, നമ്മൾ അങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുമ്പോഴുള്ള ഇങ്ങനെ വാഹനത്തിന് വരുന്ന ചാർജ്. അതേപോലെ കോസ്റ്റ് ഓഫ് റീകണ്ടീഷനിങ് എംപ്റ്റി കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന് എക്സാമ്പിളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോസ്റ്റ് എന്താ, എക്സ്പെൻസ് എന്താ, ലോസ് എന്താണെന്നുള്ള 3 ടീം പഠിച്ചു. അതുപോലെ ക്ലാസിഫിക്കേഷനിൽ ആ 8 പോയിന്റ് പറഞ്ഞിട്ട് അതിൽ മെയിനായിട്ട് നമ്മൾ ഇന്ന് 2 പോയിൻറ്റ്സാണ്, 2 ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ബാക്കിയുള്ളത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ ഫോർ മോർ വീഡിയോ. സബ്സ്ക്രൈബ് അക്യുവേദ.